ഹലോ. ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഫുജിഷ്കയുടെ വാൻ ആപ്പിൽ ഒരു സെയിൽസ് റിട്ടേൺ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആദ്യം തന്നെ നമ്മൾ സെയിൽസ് റിട്ടേണിൽ വരിക. നമുക്ക് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ലിസ്റ്റ് ഇവിടെ അവൈലബിൾ ആയിരിക്കും. ഇനി പുതിയൊരു സെയിൽസ് റിട്ടേൺ ആണെങ്കിൽ ന്യൂ സെയിൽസ് റിട്ടേണിൽ പോവാം. അതിനുശേഷം ഇവിടുന്ന് കസ്റ്റമറിൻ്റെ നെയിം ഒന്ന് സെർച്ച് ചെയ്തെടുക്കുക. നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നില്ലെങ്കിൽ ഇൻവോയ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് റിട്ടേൺ അടിക്കാം, അതല്ലെങ്കിൽ ജസ്റ്റ് ഐറ്റംസ് ആഡ് ചെയ്തിട്ട് ഇപ്പോൾ ഇൻവോയ്സ് നമ്പർ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഐറ്റംസ് ആഡ് ചെയ്ത് പോകാം. പിന്നെ ഈ ഒരു ഇൻവോയ്സ് നമ്പർ ഇല്ലാതെ സെയിൽ റിട്ടേൺ അടിക്കുന്നത് നമുക്ക് ബാക്ക് എൻഡിൽ ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ ഒരു ഓപ്ഷൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇൻവോയ്സിന് എഗെയിൻസ്റ്റ് മാത്രമേ സെയിൽസ് റിട്ടേൺ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഇൻവോയ്സ് നമ്പർ ഇവിടെ നിന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് ഓൾറെഡി ഈ ഒരു കസ്റ്റമർ നമ്മൾ കൊടുത്തിട്ടുള്ള ഇൻവോയ്സസ് ഇവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഏതൊരു ഇതിന് അഗെയിൻസ്റ്റ് ആണോ നമുക്ക് ചെയ്യേണ്ടത് അതൊന്ന് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. നമുക്കിവിടെ രണ്ട് ഓപ്ഷൻ, ഇവിടെ സെലക്ട് ഓൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ. അപ്പോൾ നമുക്ക് ആ ഒരു ബില്ലുള്ള എല്ലാ ഐറ്റംസും റിട്ടേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെലക്ട് ഓൾ കൊടുക്കുക. നമുക്ക് കംപ്ലീറ്റ് ലിസ്റ്റ് ഇവിടെ അവൈലബിൾ ആയിരിക്കും. അതല്ല ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ആഡ് ഐറ്റംസ് കൊടുക്കുക. ഇനി ഇതിൽ ഏത് പ്രൊഡക്റ്റ് ആണോ നമുക്ക് റിട്ടേൺ അടിക്കേണ്ടത് അതൊന്ന് ഇവിടുന്ന് സെലക്ട് ചെയ്യുക. ഇനി എത്ര ക്വാണ്ടിറ്റി ആണ് റിട്ടേൺ കൊടുക്കേണ്ടത് അത് ഇവിടുന്ന് നമ്മൾ സെലക്ട് ചെയ്തു, യൂണിറ്റും കാര്യങ്ങളും കൊടുത്തു. അതിനുശേഷം ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. ഇനി നമ്മളിവിടെ മീത സെയിൽസ് റിട്ടേൺ ക്യാഷിലാണോ ക്രെഡിറ്റിലാണോ എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്നിട്ടൊന്ന് സേവ് കൊടുക്കുക. അപ്പോൾ ഈ ഒരു റിട്ടേൺ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പ്രിൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ അവൈലബിൾ ആണ്.